ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ CK ദാബയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്, അതായത് പ്ലാവില ബജി. പ്ലാവില ബജി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വളരെ അതിശയത്തോടെ നോക്കുന്നുണ്ടാവും. പ്ലാവില കൊണ്ട് എങ്ങനെ ബജി ഉണ്ടാക്കും? ഇതിനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇതിനായിട്ട് നമ്മൾ സാധാ മുളക് ബജി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ, അതായത് ഇവിടെ മുളകിന് പകരമായിട്ട് നമ്മൾ പ്ലാവില ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് പിന്നെ എന്താ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, പ്ലാവില നല്ല തളിരിലിയായിരിക്കണം. അപ്പോൾ നമുക്ക് പ്ലാവില ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്ലാവില ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, 1 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ മൈദപ്പൊടി, 1/2 ടീസ്പൂൺ അരിപ്പൊടി, ഒരു പിഞ്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഉപ്പ്. ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ കട്ട പിടിച്ച് നടക്കാൻ പാടില്ല. മാവ് നല്ല മിക്സായി വന്നതിന് ശേഷം ഇവിടെ കണ്ടില്ലേ, അതിനുശേഷം നമുക്ക് പ്ലാവില എടുത്തിട്ട് ഇതിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് ഇലയിൽ പിടിക്കണം കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലാവില മാവിൽ മുക്കിയതെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു വെറൈറ്റി ഡിഷാണ്, എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാനിടാൻ പോവാണേ. എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ടല്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. ഇവിടെ ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ഞാൻ സിംഗിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മൊത്തമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒറ്റ തവണ കൊണ്ട് ചെയ്ത് തീർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ ലാഭിക്കാം. അതെൻ്റെ ഫസ്റ്റ് പ്ലാവില ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. ഇതാ ഞാൻ എൻ്റെ ബജി കഴിച്ച് നോക്കാൻ പോവാട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.